ഇറാനുമായുള്ള യുദ്ധത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്ക് യുഎസ് സെനറ്റിന്റെ അംഗീകാരം. യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം സെനറ്റ് വോട്ടിനിട്ട് തള്ളി. വെടിനിർത്തൽ നീട്ടാൻ അമേരിക്ക ആലോചിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. വൈറ്റ് ഹൌസ് തള്ളി. ട്രംപിന് ആശ്വാസമുള്ള ഒരു വാർത്തയാണ് ഇപ്പം ഈ US സെനറ്റിൽ നിന്ന് വരുന്നത്. ഡെമോക്രാറ്റ്സ് ഒരു വാർ പവേഴ്സ് സൊല്യൂഷൻ പ്രമേയം കൊണ്ടുവന്നായിരുന്നു. അത് സെനറ്റ് വോട്ടിനിട്ട് തള്ളുകയായിരുന്നു. 47-നെതിരെ 52 വോട്ടുകൾക്കാണ് ഈ പ്രമേയം പരാജയപ്പെട്ടത്. അതായത് ഈ യുദ്ധം 6 ആഴ്ച പിന്നിടുമ്പോഴും ഈ ട്രംപിന്റെ യുദ്ധനയത്തിന് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് വലിയ തോതിൽ പിന്തുണയുണ്ടെന്ന് ഇതോടുകൂടി വ്യക്തമാവുകയാണ്. അതേസമയം ഇറാനുമായിട്ടുള്ള യുദ്ധം അതിന്റെ അവസാന ഘട്ടത്തോട് അടുക്കുന്നതായിട്ട് ട്രംപ് ഇന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. അത് മാത്രമല്ല, ബ്രിട്ടനിൽ നിന്ന് ചാൾസ് രാജാവ് വൈറ്റ് ഹൗസിലേക്ക് എത്തുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഒരു കരാറിലെത്താൻ സാധിക്കുമെന്നാണ് ട്രംപ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. ഏപ്രിൽ 27-നാണ് ചാൾസ് രാജാവും രാജ്ഞിയും വാഷിംഗ്ടണിൽ എത്തുന്നത്. അത് മാത്രമല്ല, ഇറാനുമായിട്ടുള്ള ഒരു സൈനിക നീക്കം അനിവാര്യമായിരുന്നു എന്നാണ് ട്രംപ് ന്യായീകരിക്കുന്നത്. ഇറാൻ ആണവായുധം കൈക്കലാക്കുന്നത് തടയാനാണ് ഇത്രയും കടുത്ത നടപടികളുമായിട്ട് മുന്നോട്ട് പോയത്. ഇറാനെതിരെ ഈ ഇത്തരം ഒരു സൈനിക നടപടി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഇറാന്റെ കൈവശം ഇപ്പോൾ തന്നെ ഒരു ആണവായുധം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഉള്ളവരെ എല്ലാവരെയും സാർ സാർ എന്ന് വിളിച്ച് നടക്കേണ്ടി വരുമായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഈ യുദ്ധം, ഈ വെടിനിർത്തൽ നീട്ടുവാനുള്ള സാധ്യതയുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ വന്നു. പക്ഷേ വൈറ്റ് ഹൗസ് അത് ഔദ്യോഗികമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. വൈറ്റ് ഹൗസ് വക്താവ് കാരൻ ലെവിറ്റാണ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അത്തരം ഒരു യാതൊരു നീക്കങ്ങളും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത്. അതേസമയം ഇറാനെതിരെ സമുദ്ര ഉപരോധവും അതുപോലെ സാമ്പത്തിക ഉപരോധവും അമേരിക്ക കടുപ്പിക്കുകയാണ്. ഇറാനെ ഉപരോധം കൊണ്ട് തളയ്ക്കാനാകില്ലെന്ന് ഇറാന്റെ വക്താവ് ഇസ്മായിൽ ബഗായി ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഡിപ്ലോമസി പരാജയപ്പെടുമ്പോൾ സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ ഇറാനെ കീഴ്പ്പെടുത്താമെന്ന് അമേരിക്ക വ്യാമോഹിക്കേണ്ട എന്നാണ് പറയുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ ചില വിട്ടുവീഴ്ചകൾക്ക് ഇറാൻ ഒരുങ്ങുകയാണെന്നുള്ള ഒരു ആശ്വാസകരമായ ഒരു വാർത്തയും വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒമാന്റെ ഭാഗത്തുകൂടെ പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷിതമായിട്ട് പോകാനുള്ള ഒരു സേഫ് വേ ആണ് ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം. പക്ഷെ അവർ വെക്കുന്ന ഡിമാൻഡ് സമാധാന കരാർ ഉറപ്പാക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആക്രമണ ഭീഷണി ഇല്ലാതെ ഈ കപ്പലുകൾക്ക് പോകാൻ പറ്റുമെന്നാണ്. പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത സ്കോട്ട് ബസന്ത് US ട്രഷറി സെക്രട്ടറിയാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതിക്ക് നൽകിയിരുന്ന ഇളവുകൾ അമേരിക്ക പിൻവലിക്കുകയാണ്. റഷ്യൻ എണ്ണയ്ക്കുള്ള ഇളവ് ഏപ്രിൽ 11-ന് ഇതിനോടകം അവസാനിച്ചു. ഇറാൻ എണ്ണയുടെ ഇളവ് ഏപ്രിൽ 19-ന് അവസാനിക്കുകയും ചെയ്യും.